എന്റെ മനസ്സ് കല്ലാണെന്നാണോ രാജീവ് വിചാരിച്ച്? ഞാൻ എന്റെ ഗൗരിമോളെ 10 മാസം വയറ്റിൽ ചുമന്നിട്ടില്ലായിരിക്കും. പക്ഷെ 10 കൊല്ലം എന്റെ പൊന്നു മോളായിട്ട് ഞാൻ ഇവളെ എന്റെ മനസ്സിലെ ചുമന്നോട് നടന്ന്. ആന്റി ആന്റി ഇത് എന്ത് പണിയായി കാണിച്ച്? ഞങ്ങളോട് ആരോടും പറയാതെ എങ്ങോട്ടാ പോയത്? ഏട്ടാ ആന്റി എവിടുന്നാ കിട്ടിയേ? തൽക്കാലം അമ്മയോടൊന്നും ചോദിക്കണ്ട. മുറിയിൽ കൊണ്ടുപോയി കിടത്താം. അമ്മ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. വാ. എനിക്കെന്റെ മോളെ കാണണം. എന്റെ അച്ഛമോൾ എവിടെ പോയി? നിങ്ങൾ ആരെങ്കിലും അവളെ കണ്ടോ? അവളോട് ഇങ്ങോട്ട് വരാൻ പറയോ? അമ്മേ, ആഹാ, കമല വന്നോ? ഞങ്ങളെ എല്ലാവരെയും വിഷമിപ്പിച്ചു കളഞ്ഞല്ലോ. എനിക്കെന്റെ മോളെ കാണണം ഡോക്ടറെ. ഡോക്ടർ എന്റെ മോളെ കണ്ടോ? അതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം. തൽക്കാലം അവിടെ ഒന്ന് കിടന്നേ. ഞാനൊരു ചെറിയ ഇഞ്ചക്ഷൻ എടുക്കാൻ പോകട്ടോ. എനിക്കെന്റെ മോളെ കാണണം ഡോക്ടർ. മോളെയൊക്കെ കാണിച്ചു തരാം. ആദ്യം ഇഞ്ചക്ഷൻ എടുക്കട്ടെ സിസ്റ്റർ. മോളെ, എന്റെ മോള്. അമ്മ വളരെ ക്ഷീണിതയാണ്. നല്ലപോലെ വിശ്രമം വേണം. മാനസികമായ ആഘാതം ഉണ്ടാക്കുന്ന ഒരു കാര്യവും അമ്മയോട് സംസാരിക്കരുത്. ഇങ്ങനെ പോയാ അമ്മയുടെ അവസ്ഥ എന്താവും ഡോക്ടർ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അമ്മയുടെ മനസ്സിൽ വളരെ ആഴത്തിൽ പതിഞ്ഞു കിടക്കുന്നത് ആ മകളെ കാണണമെന്നുള്ള ആഗ്രഹമാണ്. സച്ചി, മരുന്നിനൊക്കെ ഒരു പരിധിവരെ മാത്രമേ രോഗിക്ക് ശാന്തിയും സമാധാനവും കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇവർക്ക് മകളെ കാണിച്ചു കൊടുക്കുക. ഇനിയും ഇതുപോലെ വയലന്റായിട്ട് ഇറങ്ങിപ്പോയാൽ ചിലപ്പോൾ നമുക്ക് ഷോക്ക് കൊടുക്കേണ്ടി വരും. അയ്യോ സച്ചേട്ടാ, ആന്റിയുടെ മാലയും വളയും ഒന്നും കാണാനില്ലല്ലോ. നമ്മളെ കാണുമ്പോഴും അമ്മയുടെ ദേഹത്ത് മാലയും വളയൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടുന്ന് ഓടിപ്പോയ വഴിക്ക് എവിടെയെങ്കിലും നഷ്ടപ്പെട്ടതായിരിക്കും. നഷ്ടപ്പെടാൻ ഇനി എന്താ ബാക്കിയുള്ള? സച്ചി, എനിക്ക് അത്യാവശ്യമായിട്ട് ഒരാളെ കാണാനുണ്ട്.
ഗോകുൽ ഡോക്ടറിനെ കാണാൻ പോയി. എനിക്ക് അർച്ചനയുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. എന്താണെങ്കിലും പറഞ്ഞോളൂ. ഇങ്ങനെ ഒരു മുഖവര എന്തിനാ? സ്വന്തം അമ്മയെ തിരിച്ചറിയാൻ കഴിയുന്നതിന് മുമ്പ് ഗൗരിമോക്ക് അവളുടെ അമ്മയെ നഷ്ടപ്പെട്ടു. ഗോകുലിന്റെ ജീവിതത്തിൽ നിന്നും ഇസബല പോയപ്പോ സമൃദ്ധയായ അർച്ചന ഗോകുലിന്റെ ജീവിതത്തിലേക്ക് മാത്രമല്ല വന്നത്, ഗൗരിമോളുടെ അമ്മയായി അവളുടെ ജീവിതത്തിലേക്കും കൂടിയാ. രാജീവ് എന്താ പറഞ്ഞു വരുന്നത്? അർച്ചനയാണ് സ്വന്തം അമ്മയെന്ന വിശ്വാസത്തില ഓർമ്മ വെച്ച നാൾ മുതൽ ഈ നിമിഷം വരെ ഗൗരിമോള്. ഒരു അമ്മയുടേതായ എല്ലാ സ്നേഹവും കരുതലും അർച്ചന നമുക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അർച്ചനയ്ക്കറിയാം അർച്ചന പ്രസവിച്ച കുഞ്ഞല്ല ഗൗരിമോളെന്ന്. അതുകൊണ്ട് ഗോകുലിന്റെയും ഗൗരിമോളുടെയും ജീവിതത്തിൽ നിന്ന് അർച്ചന എന്തെങ്കിലും പടിയിറങ്ങി പോകുമ്പോൾ തകർന്നു പോകുന്നത് ഗൗരിമോളായിരിക്കും. നാളെ സമൃദ്ധ തിരിച്ച് സച്ചിയുടെ ജീവിതത്തിലേക്കും പോകും. ചിലപ്പോ നിങ്ങളുടെ കുഞ്ഞിനെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. അപ്പോ ഗൗരിമോളുടെ കാര്യം എന്താവും? എന്റെ മനസ്സ് കല്ലാണെന്നാണോ രാജീവ് വിചാരിച്ച്? ഞാൻ എന്റെ ഗൗരിമോളെ 10 മാസം വയറ്റിൽ ചുമന്നിട്ടില്ലായിരിക്കും. പക്ഷെ 10 കൊല്ലം എന്റെ പൊന്നു മോളായിട്ട് ഞാനിവളെ എന്റെ മനസ്സിലെ ചുമന്നോട് നടന്ന്. പെറ്റമ്മേക്കാൾ വലുതാണ് പോറ്റമ്മ എന്ന് എനിക്ക് തെളിയിച്ച നാളാ എന്റെ ഗൗരിമോള്. രാജീവ് പറഞ്ഞതുപോലെ രാജീവ് എന്റെ മകളെ കണ്ടുപിടിച്ച് തരുമെന്ന് തന്നെയാ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. പക്ഷെ അപ്പോഴും എന്റെ 2 മക്കളും എന്റെ 2 കണ്ണുകളായിരിക്കും. അവർ രണ്ടുപേരും ഇല്ലാതെ ഈ അമ്മയുടെ ജീവിതം പൂർണ്ണമാവില്ല. അമ്മേ, മോളെ, എന്റെ മോക്കൊന്നുമില്ല. അമ്മയുണ്ട്, മോളുടെ അമ്മയുണ്ട്. അമ്മ മോളെ വിട്ട് എങ്ങും പോവില്ല കേട്ടോ. ഗൗരിമോളെ പ്രസവിച്ചത് സമൃദ്ധയല്ലെന്ന് എങ്ങനെ പറയും? അവരെ അമ്മയും മകളായിട്ട് സൃഷ്ടിച്ചത് സാക്ഷാൽ ദൈവം തന്നെയാ.